റൈറ്റിംഗ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച് റൈറ്റിംഗ്. ഏതൊക്കെയോ സിറ്റുവേഷനിൽ നമുക്ക് സ്പീച്ച് റൈറ്റിംഗ് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. അതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. നമുക്കൊരു സപ്പോസ് ആൻസർ നോക്കാം. ഇതാണ് നമ്മുടെ 2024-25 വർഷത്തെ ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. മാജിക് ഓൺലി വെൻ ദ ബാറ്റ്മാൻ ഹാസ് മാജിക്. അപ്പൊ ബാറ്റ്സ്മാന് മാജിക് ഉണ്ടാകുന്ന സമയത്തെ ബാറ്റിന് മാജിക് ഉണ്ടാവുള്ളൂ. ഇത് ആര് പറഞ്ഞ? മിസ്റ്റർ കുമാർ പറഞ്ഞാണ്. ഈ ഒരു വാക്ക് നമ്മുടെ രഞ്ജിയെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അപ്പോ ഈ ഒരു കുമാറിന്റെ ഈ ഒരു റോൾ ഉണ്ടല്ലോ, രഞ്ജിയെ ഇൻസ്പയർ ചെയ്യിക്കുന്നതിൽ കുമാറിന്റെ റോള്, അതുപോലെ തന്നെ ഇവിടെ കുറെ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഹിൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളോട് ഒരു സ്പീച്ച് സെറ്റ് ആക്കാനാണ് പറഞ്ഞത്. അപ്പൊ സപ്പോസ് നിങ്ങൾക്ക് അടുത്ത എക്സാമിലും ഇതുപോലെ ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് ഒരു സ്പീച്ച് എഴുതാൻ തരും. അപ്പൊ അതിനൊരു ഫോർമാറ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടേ. ആ ഫോർമാറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്ലസ് അതിന്റെ ഒരു സപ്പോസ് ആൻസറും പറയുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. മാത്രമല്ല ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നമുക്കൊരു മാരത്തോൺ ലൈവ് പോകുന്നുണ്ട്. ആക്ച്വലി കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെയും ഒരു ലൈവ് ആണ്. സോ ഇതിന്റെ ഒരു ഫോർമാറ്റ് ഫസ്റ്റ് തന്നെ ഒരു ഗ്രീറ്റിംഗ് സ്പീച്ച് ആകുന്ന സമയത്ത് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പഠിച്ചു വെച്ചൊരു സാധനം ഉണ്ടാവുമല്ലോ, അത് കൊടുക്കുക. റെസ്പെക്റ്റഡ് ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നുള്ളത് അടുത്ത സെന്റൻസ് പറഞ്ഞു കൊടുക്കുക. ടുഡേ ഐ ആം ഹിയർ ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് ഡാഷ്. എന്തിനെ പറ്റിയാണെന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഇതൊരു ജനറൽ ആണ്, ഒരു ഫോർമാറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ ടോപ്പിക് ആണെങ്കിൽ അദ്ദേഹത്തെ പറ്റി വിശദീകരിക്കാം അല്ലെ. ഡാഷ് ഈസ് എ പേഴ്സൺ, അദ്ദേഹം ഒരു വ്യക്തിയാണ്. ഡാഷ് ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾവേസ് എൻകറേജ് ആൻഡ് സപ്പോർട്ട്. ബാക്കിയുള്ള ആൾക്കാരെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, എൻകറേജ് ചെയ്തിട്ടുണ്ട്, ധൈര്യം നൽകിയിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ പറ്റിയുള്ള വിശദീകരണം കൊടുക്കാൻ പറ്റും. ഇനി അതല്ല ഒരു ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ആ ഒരു തേർഡ് പോയിന്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള മെയിൻ കോൺട്രിബ്യൂഷൻ, ഇൻസ്പിറേഷൻ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ വേർഡുകൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു ഗാന്ധിജിയെ പറ്റി എഴുതാനാണെങ്കിൽ ഗാന്ധിജിയുടെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വേർഡുകൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കോട്സുകൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ ഇതിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലേ. വൺ ഓഫ് ഹിസ് ഇൻസ്പയറിംഗ് വേർഡ്സ് വാസ് എന്ന് പറഞ്ഞിട്ട് എന്താക്കാൻ പറ്റും? കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്രീസിയേഷൻ, ഉറപ്പായിട്ട് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കണം അദ്ദേഹത്തിൻ്റെതാ. വി ട്രൂലി അപ്രീഷിയേറ്റ് ഹിസ് ഓർ ഹെർ, ആരായിക്കോട്ടെ, ഗൈഡൻസ്, കൈൻഡ്നസ് ആൻഡ് സപ്പോർട്ട് ബിക്കോസ് ഓഫ് ഹിം അല്ലെങ്കിൽ ഹെർ ഡാഷ് അച്ചീവ്ഡ് സക്സസ്. അദ്ദേഹം കാരണം ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഗാന്ധിജി കാരണം നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് പോലെ നമുക്ക് പല ആൾക്കാരെ വെച്ചിട്ടും അദ്ദേഹത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവസാനം കൺക്ലൂഷനിൽ ലെറ്റ് us thank and honor ഡാഷ്, അദ്ദേഹത്തെ നമുക്ക് എന്താക്കാം? ബഹുമാനിക്കാം, അദ്ദേഹത്തിന് നന്ദി പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവസാനം പറഞ്ഞു കൊടുക്കാം താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ ഒരു സ്പീച്ചിന് അവസരം തന്നതിന് നന്ദി. ആൻഡ് താങ്ക് യു ഫോർ ഹിയറിംഗ്, ഇതുവരെ കേട്ട് എന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളൊരു താങ്ക് യു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്പീച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സാമ്പിൾ എക്സാമ്പിളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറയാണ് നമ്മുടെ സൈലത്തിൽ ഇപ്പോൾ എഡ്യു ഫെസ്റ്റിൻ്റെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ 7ാം ക്ലാസ്സുകാർ അടുത്ത കൊല്ലം പോകാൻ പോകുന്നത് ഈ പറഞ്ഞ യോദ്ധ ബാച്ചിലേക്കാണ് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലേക്കാണ്. 8ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് നിങ്ങളുടെ 8ാം ക്ലാസ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, മാത്രമല്ല NMOS ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം കറക്റ്റ് സിലബസ് ഓറിയന്റഡ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇനി വരുന്ന NMOS ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പല രീതിയിൽ നിങ്ങൾക്ക് ഭാവിയിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ബാച്ചുകളൊക്കെ നമ്മുടെ ഈ പറയുന്ന യോദ്ധ ബാച്ചിന് കൂടെ നൽകുന്നുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. ഇപ്പോഴാകുന്ന സമയത്ത് ഈ പറയുന്ന 10% ഓഫറും അതുപോലെ തന്നെ 5 പേർക്ക് സ്മാർട്ട് വാച്ച് ഒക്കെ നൽകുന്നുണ്ട് ഈ ഒരു എഡ്യു ഫെസ്റ്റിന്റെ ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ ഇതിന്റെ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പീച്ചിന്റെ ഒരു ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെസ്പെക്ട് ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ആ ഇൻട്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, ഏത് ടോപ്പിക് ആണ്? ടുഡേ ഐ ആം ഹിയർ ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് മിസ്റ്റർ കുമാർസ് റോൾ ഇൻ ഇൻസ്പയറിംഗ് രഞ്ജി. രഞ്ജിയെ ഇൻസ്പയർ ചെയ്യുന്നതിൽ കുമാറിന്റെ വേർഡിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പറയാണ്. മിസ്റ്റർ കുമാർ വാസ് എ ഫോമർ സ്റ്റേറ്റ് പ്ലെയർ ആൻഡ് ഓണർ ഓഫ് സ്പോർട്സ് ഷോപ്പ്. അദ്ദേഹത്തിന് ഒരു സ്പോർട്സ് ഷോപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. ഹി ഓൾവേസ് എൻകറേജ്ഡ് യങ് പ്ലെയേഴ്സ്. യുവ കളിക്കാരൊക്കെ എന്താക്കാൻ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യാറുണ്ടായിരുന്നു. വെൻ രഞ്ജി വാസ് സാഡ് ആഫ്റ്റർ ലൂസിംഗ്, ഒരു മാച്ച് തോറ്റതിന് ശേഷം രഞ്ജി ഭയങ്കര സാഡ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ മിസ്റ്റർ കുമാർ സപ്പോർട്ടഡ് ഹിം ആൻഡ് ഗേവ് ഹിം ഹിസ് ഹോൾഡ് മാജിക് ബാറ്റ്. പഴയ ഒരു മാജിക് ബാറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, സപ്പോർട്ട് ചെയ്തുകൊണ്ട്. വിത്ത് ദാറ്റ്
bat, Renji played well and regained his confidence. ആ ഒരു ബാറ്റ് കൊണ്ട് അവന് കോൺഫിഡൻസ് റീബിൽഡായി, അതുപോലെ തന്നെ നല്ല രീതിയിലും സ്കോറൊക്കെ നേടാൻ കഴിഞ്ഞു. ബട്ട് ദ റിയൽ മാജിക് വാസ് നോട്ട് ഇൻ ദ ബാറ്റ്. ശരിക്കുള്ള ബാറ്റിലല്ല മാജിക്. മിസ്റ്റർ കുമാർസ് ഇൻസ്പയറിംഗ് വേർഡ്സ് ചേഞ്ച് രഞ്ജിസ് ലൈഫ്. രഞ്ജിയുടെ ലൈഫ് തന്നെ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് മാറി. ആ ബാറ്റിനല്ല മാജിക്, അത് ഉപയോഗിക്കുന്ന പ്ലെയറിലാണ് മാജിക് എന്ന് പറഞ്ഞു കൊടുത്തു. He said a bat has magic only when the batsman has magic. Batsman magic ഉണ്ടാവുമ്പോഴേ ബാറ്റിന് മാജിക് ഉണ്ടാവുമെന്ന് പറഞ്ഞു കൊടുത്തു. ഇത് ആക്ച്വലി കറക്റ്റ് നമ്മുടെ ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്. He taught Renji that confidence is more important than any bat. ഏതൊരു ബാറ്റിനെക്കാട്ടിലും നമുക്ക് കോൺഫിഡൻസ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. ശരിക്കും മിസ്റ്റർ കുമാർ കെയർഡ് ഫോർ രഞ്ജി ലൈക്ക് എ മെന്റ് ആൻഡ് ഹെൽപ്ഡ് ഹിം ബിലീവ് ഹിംസെൽഫ്. ഒരു മെന്റർ പോലെ സഹായിച്ചു, നല്ല രീതിയിൽ അവന് കോൺഫിഡൻസ് നൽകി. ബിക്കോസ് ഓഫ് ഹിസ് ഗൈഡൻസ് രഞ്ജി became a better player. അല്ലേ, അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് അവൻ നല്ലൊരു കളിക്കാരനായി മാറി, ക്രിക്കറ്റ് കളിക്കാരനായി മാറി. ലെറ്റ്സ് താങ്ക് മിസ്റ്റർ കുമാർ ഫോർ ഇൻസ്പയറിംഗ് യങ് പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഇൻസ്പയർ ചെയ്യുന്നതിലും നമുക്ക് ആർക്ക് നന്ദി പറയാം? രഞ്ജി, നമ്മുടെ മിസ്റ്റർ കുമാറിന്. ആൻഡ് ടീച്ചിങ് ദം ദ വാല്യൂ ഓഫ് കോൺഫിഡൻസിന്റെ മൂല്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് ആൻഡ് താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന ഈ ഒരു സ്പീച്ച് അവസാനിപ്പിക്കാം. ഈ ഒരു ഫോർമാറ്റിൽ ആദ്യം ഒരു ഗ്രീറ്റിംഗ്സ് കൊടുക്കുക, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. അതിനുശേഷം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ടുഡേ ഐ എം ഗോയിങ് ടു സ്പീക്ക് അബൌട്ട്, അല്ലെങ്കിൽ ടുഡേ ഐ ഗോട്ട് എ സബ്ജക്ട് ടു സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് നമ്മുടെ പ്രൊസേസർ ഉണ്ടാവും. അതിനെ അവസാനം വിശദീകരിച്ച് അവസാനം കൺക്ലൂഡ് ചെയ്യുക. എന്നിട്ട് താങ്ക് യു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സ്പീച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഗ്രേഡ് നിങ്ങൾക്ക് എ ആയിട്ട് മാറുന്നതായിരിക്കും. സോ ഇതുപോലുള്ള ധാരാളം വീഡിയോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്താക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ ലൈവ് ഇന്നുണ്ട്. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിന്റെ ഒരു വാട്സപ്പ് ചാനലിന്റെ QR കോഡാണ്. ഇത് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് അപ്ഡേറ്റ്സും അതിലും അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.